അതാ ഒരു ക്യാച്ചിനുള്ള അവസരം വിട്ടു നൽകി. വാട്ട് എ ബ്യൂട്ടി. ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ബാറ്ററുടെ ബാറ്റിൽ നിന്നും മാത്രം സിക്സറുകൾ അടിച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കുന്ന അത്യപൂർവമായ ഒരു മത്സരം കൂടിയാണിത്. വാട്ട് എ ഹെലികോപ്റ്റർ. ആദ്യ ഓവറിൽ 15 റൺ സ്കോർ ചെയ്യുന്നു. രണ്ടാമത്തെ ഓവറിലെ ആദ്യ ബോൾ സജാദ് ഗംഭീരമായി മുന്നേറിയതാണ്. ഷൈക്കിൽ മുഹമ്മദ് അലി വീണ്ടും ഒരു ക്യാച്ചിനുള്ള അവസരം ഇല്ല. ദാറ്റ്സ് 6 റൺ. ആദ്യ 2 മത്സരങ്ങളിൽ ഓരോന്നോരോന്ന് വിധം വിജയിച്ച് മുന്നോട്ട് പോകാനുള്ള പാതയിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മത്സരമാണ്. ഈ മത്സരം വിജയിക്കുന്ന ടീം സെമി ഫൈനലിലേക്ക് കടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 ടീമുകൾക്കും തുല്യ പ്രകടനം തന്നെ കാഴ്ചവെക്കേണ്ടി വരും. ഒരു തെറ്റ് എവിടെയെങ്കിലും സംഭവിച്ചാൽ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു നടക്കേണ്ടി വരും. വാട്ട് എ ബ്യൂട്ടിഫുൾ ക്യാച്ച്. കൈവിട്ട ആ ബോൾ വീണ്ടും സാദിക്ക് തപ്പിയെടുത്ത് നിലത്ത് വീഴാതെ അദ്ദേഹം ആ ക്യാച്ചിനെ സ്വന്തമാക്കുന്നു. സ്ട്രൈക്കിലേക്ക് വേങ്ങരയുടെ ഇതിഹാസ നായകൻ ജയേഷ് വേങ്ങരയാണ്. അദ്ദേഹത്തിന് ഈ ദിവസം 2 ഓവറുകൾ പിന്നീട് 23 റൺ സ്കോർ ചെയ്യുന്നു. ബോൾ ചെയ്യാനെത്തുന്നത് ഗഫൂർ. ഒരു റൺഔട്ടുള്ള അവസരമാണ്. സ്ട്രൈക്കിലേക്ക് സൂര്യ എത്തുന്നു. അദ്ദേഹം ഒരുപാട് സമയമായി നോൺ സ്ട്രൈക്കിൽ ഒരു കാവലാളിനെ പോലെ കാത്തു നിൽക്കുകയാണ്. തൻ്റെ അവസരത്തിന് വേണ്ടി സാദിഖിന് കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നു. കാരണം വിട്ടു നൽകുന്നത് സൂര്യയുടെ വിക്കറ്റാണ്. വെരി ഗുഡ് ബോളിംഗ്. വാട്ട് എ ഹെലികോപ്റ്റർ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫോർ. ആദ്യ 3 ഓവറുകൾ പിന്നിടുന്നു. 35 റൺ സ്കോർ ചെയ്ത് നിൽക്കുന്നു. ബോൾ ചെയ്യുന്നത് പരപ്പനങ്ങാടിയുടെ സച്ചു. ഇന്നിങ്സിൻ്റെ അവസാന ഓവറിലെ 2ാമത്തെ ബോൾ മനോഹരമായൊരു സിക്സർ വായിച്ചുകൊണ്ട് സൂര്യ. വാട്ട് എ ബ്യൂട്ടി. വാട്ട് എ ബ്യൂട്ടി. നേരത്തെ
സുരയുടെ അതിഗംഭീരമായ ഒരു വിക്കറ്റ് എടുത്തതാണ്. ഓ ബ്യൂട്ടിഫുൾ സിക്സ്. ആദ്യ ഇന്നിങ്സ് അവസാനിക്കുന്നത് ഒരു പട്ടുകൂറ്റൻ സിക്സ് കൂടിയാണ്. 50 റൺ വിജയലക്ഷ്യത്തിലേക്ക് സച്ചു ആൻഡ് സാദിഖ്. രണ്ട് ഇരുതല മൂർച്ചയുള്ള ആയുധങ്ങൾ തന്നെയാണ്. ഒന്ന് ലെഫ്റ്റ് ആണെങ്കിൽ ഒന്ന് റൈറ്റ് ആണ്. ബാറ്റിങ്ങിൽ നിൽക്കുന്നത് സച്ചു ആണെങ്കിൽ ബോളിംഗ് എൻഡിൽ മുഹമ്മദ് അലി ലാസ്റ്റാർ. ആദ്യ ബോൾ തന്നെ പടുകൂട്ടൻ ഒരു സിക്സർ അടിച്ചുകൊണ്ട് നയം വ്യക്തമാക്കുന്നു സച്ചു. വാട്ട് എ ബ്യൂട്ടി. ആദ്യ 2 ബോളുകൾ രണ്ടും സിക്സർ. ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. മലയുടെ തിരിച്ചുവരവിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. പക്ഷേ അതും ബാറ്റർക്ക് കറക്റ്റായി കണക്റ്റ് ആയിരുന്നെങ്കിൽ അതും 6-ലേക്കായിരുന്നു. അതാ ഒരു ക്യാച്ചിനുള്ള അവസരം വിട്ടു നൽകി. അവസരങ്ങൾ നൽകുന്നതിനനുസരിച്ച് നിങ്ങളുടെ വിജയ സാധ്യതകൾ കുറഞ്ഞിരിക്കും. അത് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും വീണ്ടും. വാട്ട് എ ബ്യൂട്ടി. നമ്പർ 4. മത്സരത്തിലെ ആദ്യ ഓവറിലെ ആദ്യ 5 ബോളുകൾ പിന്നിടുമ്പോൾ 4 പടുകൂറ്റൻ സിക്സറുകളുമായി ടീം വിജയത്തിലേക്ക് പകുതി റണ്ണ് ആദ്യ ഓവറിൽ തന്നെ സ്കോർ ചെയ്യുന്നു. തൻ്റെ അവസാന ബോളാണ് മുഹമ്മദ് അലി. സിമ്പിളായിട്ടൊരു 4 അടിക്കാൻ രാജൻ അനുവദിക്കില്ല. ബോളിംഗിൽ നിൽക്കുന്നത് വിവേകാണ്. രണ്ടാമത്തെ ഓവറിലെ ആദ്യ ബോളും ആദ്യ ഓവറിനെ അനുസ്മരിപ്പിക്കുന്ന വിധം പടുകൂറ്റനൊരു സിക്സറാണ്. 17 ബോളുകൾ ബാലൻസ് നിൽക്കുന്ന വിജയലക്ഷ്യം കേവലം 20 റണ്ണിലേക്ക് മാറുന്നു. ഇത്തവണ വിവേകിൻ്റെ കൈകളിലാണ് ബോൾ. സുര ചോർച്ചയില്ലാത്ത കൈകൾ. ഒരു സിംഗിൾ റൺ മാത്രം. അത് സാദിഖ് നോൺ സ്ട്രൈക്കിൽ. 8 ബോളുകൾ സച്ചുവിൻ്റെ ബാറ്റിംഗ് പ്രകടനം കണ്ട് ആസ്വദിച്ച് നിന്ന ആളാണ്. ഒരു വൈഡ് ബോൾ കൂടിയാകുമ്പോൾ സൈക്കിൾ വീണ്ടും സച്ചുവാണ്. ഇത്തവണ ഓഫ് സൈഡിലേക്ക് മനോഹരമായൊരു സിക്സർ കൂടി. 7 റണ്ണ് കൂടി വിജയലക്ഷ്യം. ബോളറെ ചേഞ്ച് ചെയ്ത് ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സന്ദീപിനെ ബോൾ ഏൽപ്പിക്കുന്നു. അതിനൊരു ഫലം കാണുന്നു. ഗംഭീരമായൊരു ബോളാണ്. ഗംഭീരമായൊരു ഹെലികോപ്റ്ററാണ്. ഗ്രൗണ്ടിന് പുറത്തേക്കാണോ? യെസ്, ദാറ്റ്സ് ഹ്യൂജ് വൺ. ഒരു റണ്ണ് കൂടി വേണ്ടി വരും. സ്കോർ കാർഡ് കാണിക്കുന്നു. ആ ഒരു സിക്സോട് കൂടി ഈ മത്സരം അവസാനിക്കുന്നു. ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു ബാറ്ററുടെ ബാറ്റിൽ നിന്നും മാത്രം സിക്സറുകൾ അടിച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കുന്ന അത്യപൂർവമായൊരു മത്സരം കൂടിയാണിത്.